എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു മീൻ മുളകിട്ടതാണ്. മാന്തൾ മുളകിട്ട കറിയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മലബാർ സ്റ്റൈൽ മീൻ മുളകിട്ട കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മീൻകറി തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ മാന്തളാണ് എടുത്തിട്ടുള്ളത്. മീൻകറി തയ്യാറാക്കാൻ വേണ്ടി നന്നായി ചൂടായ ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയുടെ കൂടെ തന്നെ 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കൊരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ പച്ചമണം മാറി വന്ന് മിക്സിലേക്ക് 30 അല്ലി ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിലേക്ക് സവാള ചേർക്കരുത്. ചെറിയുള്ളി ഉള്ളവർ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുത്ത് ഈ ഒരു കറി തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ചെറിയുള്ളിയിലും സവാളയിലും ചെയ്യുമ്പോൾ രണ്ടിനും 2 ടേസ്റ്റാണ് ഉണ്ടാവുക. ഉള്ളി നന്നായി വഴറ്റി കൊടുക്കുക. ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ ഉള്ളിയുടെ ക്വാണ്ടിറ്റിയും കുറയും, കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള തക്കാളി മിക്സിയുടെ ചെറിയ ജാറിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് കുറച്ചുകൂടി ഒരു കളർ ഉണ്ടാവും. അരിഞ്ഞ് ചേർക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ മിക്സിയിൽ അരച്ച് ചേർക്കുന്നതാണ് നല്ലത്. തക്കാളിയുടെ ആ ഒരു പുളിയും എല്ലാം നല്ലതുപോലെ കറക്കി പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി എല്ലാം നല്ലപോലെ വെന്ത് ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എരിവ് കൂടുതലായിരിക്കും. നല്ല കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയെക്കാട്ടിലും ഇതുപോലെയുള്ള കറികൾക്ക് കുറച്ച് എരിവ് കുറഞ്ഞ മുളക് പൊടി എന്നാൽ നല്ല കളറുള്ള മുളക് പൊടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൊടംപുളിയാണ്. കറി തയ്യാറാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ചെറിയൊരു ചൂടുള്ള വെള്ളത്തിൽ ഒരു പുളി കുതിർത്തി വെച്ചതാണ്. 3ആയിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ പുളിക്ക് അനുസരിച്ച് ചേർക്കാം. ഒരു കൊടംപുളിയൊക്കെ തന്നെ മതിയാവും, അത്യാവശ്യം നല്ല പുളിയുള്ളതാണെങ്കിൽ. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. ഗ്രേവിക്ക് വേണ്ടി 1 കപ്പ് കൂടി നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരപ്പ് തിളച്ച് മീൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഗ്രേവി നല്ലതുപോലെ തിളച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം മീൻ ചേർത്ത് കൊടുക്കുക. മാന്തളാണ് എടുത്തിട്ടുള്ളത്. മാന്തളിന് അത്യാവശ്യം വേവ് കുറഞ്ഞ മീനാണ്. അതുകൊണ്ട് തന്നെ ഗ്രേവി നന്നായി തിളച്ച് 2-3 മിനിറ്റിന് ശേഷം മാത്രം മാന്തൾ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം വെള്ളം വറ്റിച്ചെടുക്കുമ്പോഴേക്കും മാന്തൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കട്ടിയുള്ള മീനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇതുപോലെ വേവ് കുറഞ്ഞ മീൻ എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത്. അപ്പോൾ വെള്ളം വറ്റുന്നതിൻ്റെ കൂടെ തന്നെ മീൻ കൂടി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ടിയുള്ള ചൂര പോലുള്ള മീനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് വറ്റിച്ചെടുക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. ഇനി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി മുകളിലേക്ക് ഇറ്റിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂണൊന്നും ഉപയോഗിച്ച് ഇളക്കാൻ പാടില്ല, അതേപടി തന്നെ അടച്ചു വയ്ക്കാം. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് ഈ ഒരു മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
ഇനി നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, എരിവ് വേണം എന്നുള്ളവർക്ക്. ഞാനിവിടെ അധികം എരിവില്ലാത്തതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാതിരുന്നത്. കുറച്ച് നേരത്തിന് ശേഷമാണ് ഈ കറി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റും അതുപോലെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല കളറിലാണ് കറി കിട്ടിയിട്ടുള്ളത്. ചോറിന് കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെയാണ് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു കറി അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് അധികം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. റിട്ടൺ റെസിപ്പീസിന് വേണ്ടി നമ്മുടെ ബ്ലോഗ് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്